പാലക്കാട്ടെ തോൽവിക്ക് പിറകെ കെ സുരേന്ദ്രന്റെ സ്ഥാനമാറ്റം ആവശ്യപ്പെട്ട് സംസ്ഥാന ബിജെപിയിൽ ഉയർന്ന കലാപക്കാറ്റ് കസേരയിളക്കാതെ അവസാനിക്കുകയാണോ? കെ സുരേന്ദ്രൻ തുടരാൻ കേന്ദ്ര നേതൃത്വം കൂടെ നിൽക്കുകയാണോ? 5 വർഷം പൂർത്തിയായ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷക വ്യക്തമാക്കിയതോടെ ഒപ്പം കെ സുരേന്ദ്രനും തുടരാൻ അത് കളമൊരുങ്ങുകയാണോ? ബിജെപിയിലെ സുരേന്ദ്രൻ വിരുദ്ധ ചേരിയുടെ എതിർപ്പ് യോഗങ്ങൾ ബഹിഷ്കരിക്കുന്നതിലും നാദനില്ലാ പോസ്റ്ററുകൾ പതിക്കുന്നതിലും തീരുമോ? അതോ പടയൊരുക്കം മുറുകിയാൽ തെറിക്കുമോ അധ്യക്ഷൻ? ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാനലിസ്റ്റ് ചേർന്നു രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ, ഷാബു പ്രസാദ്, ഒപ്പം ജോർജ് പടിപ്പാറ. 3 പേർക്കും പാനലിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ഷാബു പ്രസാദ്, പാലക്കാട് തോൽവി 33 ബൂത്തുകളിൽ 100-ൽ താഴെ മാത്രം വോട്ട് കിട്ടിയ ആ വലിയ തോൽവി, പലതരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ വന്നത് തള്ളിക്കളഞ്ഞാലും ഇങ്ങനെ പോയാൽ മതിയോ പാർട്ടി എന്ന് ചിന്തിക്കുന്ന സാധാരണ പ്രവർത്തകർ പോലും ഒരു മാറ്റം ആവശ്യപ്പെടില്ലേ? ഒരുപക്ഷെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാത്തത് അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള സൂചനകൾ വരുന്നത് ബിജെപി എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ശുഭാവഹമായിരിക്കുമോ? പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്നിട്ട് മാസം 1 കഴിഞ്ഞു. നിങ്ങൾ ഇനി കിട്ടില്ലേ? പാലക്കാട് നടന്നത് ഉപതെരഞ്ഞെടുപ്പാണ്, പൊതു തെരഞ്ഞെടുപ്പല്ല. ഇന്ന് വരെ ബി.ജെ.പി ജയിച്ചിട്ടില്ലാത്ത ഒരു മണ്ഡലത്തിൽ 2021 മാത്രം ബി.ജെ.പി 2ാം സ്ഥാനത്തേക്ക് വന്ന ആ ഒരു മണ്ഡലത്തിൽ അവിടെ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് അവരുടെ സിറ്റിംഗ് സീറ്റ് ഹോൾഡ് ചെയ്തു. തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് അവിടെ വിജയപ്രതീക്ഷയുണ്ടായിരുന്നു. അവിടെ നന്നായിട്ട് അതിനു വേണ്ടിയിട്ട് അവർ കുറെ കഠിനാധ്വാനം ചെയ്തു. അത് നടന്നില്ല, അത് കഴിഞ്ഞു. അത് ഒന്നാമത്തെ കാര്യം ഉപതെരഞ്ഞെടുപ്പ്. ഇനി കേവലം 1.5 വർഷത്തേക്ക് മാത്രം ബാക്കിയുള്ള ഒരു 1.5 വർഷത്തേക്കുള്ള MLA തിരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പാണത്. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾ, അതിന്റെ റിസൾട്ട് പരാജയമായാലും വിജയ രാഷ്ട്രീയ പാർട്ടിയും വിലയിരുത്തണം. അതിൻ്റെ അകത്ത് എവിടെയൊക്കെ പിഴച്ചു, എവിടെയൊക്കെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാകും. അതും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന്റെ പേരിൽ ഇപ്പതാ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ അവിടെ നിന്ന് ഇറക്കി വിടണം എന്നൊക്കെയുള്ള ആ ഒരു മുറവിളി, അതിന്റെ പിന്നില് എന്തോ അതിൻ്റെ അകത്ത് പല താല്പര്യങ്ങളുണ്ടാവും. അതിനെപ്പറ്റിയൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പിന്നെ സുരേന്ദ്രന്റെ സ്ഥാനത്ത് ഇത് 2ാമത്തെ ടേമാണ്. ഈ 2ാമത്തെ ടേമിന്റെ അവസാന മാസങ്ങളിലൂടെയാണ് ഇപ്പോൾ സുരേന്ദ്രൻ കടന്നു പോകുന്നത്. ബി.ജെ.പിയുടെ നിയമം അനുസരിച്ച്, ബി.ജെ.പിയുടെ ഭരണഘടന അനുസരിച്ച് ഒരു പ്രസിഡന്റിന്, ഒരു വ്യക്തിക്ക് തുടർച്ചയായി 2 പ്രാവശ്യത്തിൽ കൂടുതൽ അവിടെ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല. സുരേന്ദ്രൻ ഇറങ്ങിയേ പറ്റൂ. അതിന് ഉടനെ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ വരാൻ പോവുകയാണ്. സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ട ഭരണാധികാരികളെയൊക്കെ നിയോഗിച്ചു കഴിഞ്ഞു. അതായത് സുരേന്ദ്രൻ ഇത്തവണ മാറും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ആ മാറ്റം ഞങ്ങൾ കുറെ ആൾക്കാർ കടന്ന് ബഹളം വെച്ചത് കൊണ്ടാണ്, ഇവിടെ മാധ്യമങ്ങളുടെ ആക്രോശം കാരണമാണ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോറ്റത് കൊണ്ടാണ് സുരേന്ദ്രനെ മാറ്റിയത്. സുരേന്ദ്രൻ ഇനിയൊരു തിരിച്ചുവരവില്ല. ഇനിയും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുരേന്ദ്രനെ പാർട്ടി പരിഗണിക്കാൻ കഴിയില്ല. 2 തവണ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും സുരേന്ദ്രൻ മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സുരേന്ദ്രൻ മാറുമ്പോൾ ഇത് ഞങ്ങൾ കാരണമാണ് എന്ന ആ ഒരു വിജയം ആഘോഷിക്കാനുള്ള ചില ആൾക്കാരുടെ, ചില വ്യക്തികളുടെ, ചില മാധ്യമങ്ങളുടെ ഒരു മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമാണ് ഇപ്പോൾ ഈ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് എന്നാണ്. ഷാബു പ്രസാദ്, ഒരു ചോദ്യം, ആ ചോദ്യം ഇല്ലാതെ എനിക്ക് ആ ചർച്ചയിലോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതായത് മണ്ഡലത്തിലാണെങ്കിലും ജില്ലാ പ്രസിഡന്റുമാർക്കും 5 വർഷം പൂർത്തിയായാൽ വീണ്ടും മത്സരിക്കാമെന്ന് കേന്ദ്ര നിരീക്ഷക പറഞ്ഞതോടുകൂടി വീണ്ടും കെ സുരേന്ദ്രന് മത്സരിക്കാം എന്നുള്ളൊരു കളം ഒരുങ്ങുന്നു. അതിൽ പ്രതിഷേധിച്ച് ഒരു ഭാഗം ഇറങ്ങിപ്പോയി എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നു. ഇതൊക്കെ നിഷേധിക്കാതിരിക്കുകയോ ചെയ്യാം. കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണം, അങ്ങനെയാണോ താങ്കൾ പറയുന്നത്? അതോ അദ്ദേഹത്തിന് തുടരാം എന്നാണോ? അതെനിക്ക് ക്ലിയർ ആയില്ല.
നിങ്ങൾക്ക് ഈ BJP-യിലെ ഇൻസൈഡ് വാർത്തകൾ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ കൊണ്ട് തരുന്നവരൊക്കെ നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ്, നിങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ അറിഞ്ഞത് സുരേന്ദ്രൻ രാജിവെക്കാൻ പോകുന്നു, രാജി പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ ബഹളം ഉണ്ടാക്കി. എവിടെ നിന്നോ ആരോ നിങ്ങൾക്ക് വാർത്ത തന്ന് നിങ്ങളെ നല്ല ഗംഭീരമായിട്ട് പറ്റിച്ചു. ഇപ്പതാ ഇങ്ങനെ ഓരോ വാർത്ത തരുന്നു. ഇനി ഞാനല്ല പറഞ്ഞു സുരേന്ദ്രൻ മാറണോ വേണ്ടയോ എന്നുള്ളതൊക്കെ എന്റെ അഭിപ്രായത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. സുരേന്ദ്രൻ മാറും എന്നുള്ളത് ഉറപ്പാണ്. ഇവിടെ LK അദ്വാനി 1991 1990 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP അതിന്റെ ആ 89 കഴിഞ്ഞ് 91 ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞ അന്നത്തെ അവസ്ഥയിൽ പീക്കിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ആ അവസ്ഥയിൽ BJP-യെ എത്തിച്ച പ്രസിഡന്റ് ആയിരുന്നു LK അദ്വാനി. LK അദ്വാനി 91 മാറി. 91 LK അദ്വാനി മാറി. മുരളി മനോഹർ ജോഷിക്ക് സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു. അതേപോലെ നമുക്കറിയാം അമിത്ഷാ 2014 അമിത്ഷാ പ്രസിഡന്റ് ആവുന്നത്, പാർട്ടി പ്രസിഡന്റ് ആവുന്നത്. ഈ ഉത്തർപ്രദേശിൽ അസാമാന്യമായ വിജയം കൊണ്ടുവന്നത് അന്ന് അമിത്ഷായുടെ ആ ഒരു പ്രവർത്തന മികവാണ്. അദ്ദേഹത്തിന്റെ സംഘടനാ വൈഭവം ഒക്കെ തന്നെ കാരണമാണ്. അത് കഴിഞ്ഞ് അമിത്ഷാ മാറിയില്ലേ? അമിത്ഷാ മാറി JP നദ്ദയായി. ഇപ്പത്തെ JP നദ്ദ മാറാൻ പോവുകയാണ്. JP നദ്ദ മാറും, ഉറപ്പാണ്. ഇത് BJP-യുടെ സിസ്റ്റമാണത്. അത് ഇനിയിപ്പം നാളെ ഞാൻ പറഞ്ഞല്ലോ, നാളെ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്കും ചില വ്യക്തികൾക്കും ഉള്ള താല്പര്യത്തിനനുസരിച്ച് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ സുരേന്ദ്രൻ മാറും, സുരേന്ദ്രൻ മാറണം, സുരേന്ദ്രൻ മാറുന്നത് ഈ ഇവിടുത്തെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റത് കൊണ്ടാണ്. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചിരുന്നെങ്കിലും സുരേന്ദ്രൻ ഇത്തവണ മാറും, ഉറപ്പാണ്. മുരളീധരൻ ഇവിടെ 2 ടൈം ഇരുന്നു, അദ്ദേഹം മാറി. പരമാവധി 2 ടൈമേ ഒരു പ്രസിഡന്റിന് ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ കഴിയുള്ളൂ. അതിനെ നിങ്ങളുടെ താല്പര്യത്തിന് അനുസരിച്ച് വളച്ചൊടിക്കുന്നതും അതിനെ വ്യാഖ്യാനിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. അതല്ല ശ്രീ ഷാബു പ്രസാദ്, 3 വർഷത്തിന് ശേഷം കിട്ടിയ ടേം 2 വർഷം, അത് രണ്ടാം ടേമായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര നിരീക്ഷകർ തന്നെ വ്യക്തമാക്കി. അതിൽ പ്രതിഷേധിച്ച് ഇവരിറങ്ങിപ്പോയി എന്നൊക്കെയാണ്. അപ്പൊ ആ വാർത്തയടക്കം താങ്കൾ തള്ളുകയാണ്. അങ്ങനെ സാധ്യതയില്ല. എവിടുന്നാണ് നിങ്ങൾക്ക് ഈ വിവരം ആൾക്കാർ തരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ രീതിയിലുള്ള വിവരങ്ങൾ തരുന്നത് നിങ്ങൾ അതിനെ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അവിടെ വിഡ്ഢിവേഷം കെട്ടുകയാണ്. BJP-യുടെ കാര്യത്തിൽ എന്നും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇതാണ്. ആധികാരികമെന്ന് പറയുന്ന സോഴ്സിൽ നിന്ന്, പറയപ്പെടുന്ന സോഴ്സിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് വിവരം കിട്ടുന്നത് പറയുന്നു. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ആ വിവരം തരുന്നവർ നിങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല തെളിവുകളുണ്ട്, പല പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുള്ളതാണ്. ഏറ്റവും അവസാനം സുരേന്ദ്രൻ ഇപ്പൊ രാജിവെക്കും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ കോലാഹലം ഉണ്ടാക്കിയതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വരുന്ന ഊഹാപോഹങ്ങളോടും വാർത്തകളോടും ഒക്കെ എങ്ങനെയാണ് അവർ രാജി സന്നദ്ധത അറിയിച്ചിരുന്നല്ലോ അല്ലേ സംസ്ഥാന BJP സംസ്ഥാന എവിടെ? ആര് നിങ്ങളുടെ അടുത്ത് പറഞ്ഞോ? സുരേന്ദ്രൻ പറഞ്ഞോ? നിങ്ങൾ എവിടുന്നാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടുന്നത്? എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഈ വാർത്ത തരുന്നവർ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുക, നല്ല സുന്ദരമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുകയും ഇതാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒറ്റ കാര്യം കൂടി ശ്രീ ഷാബു പ്രസാദ്, അത് താങ്കൾക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ആ മാധ്യമ വാർത്തകളെ പരിപൂർണമായിട്ട് നിഷേധിക്കാം, ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് കൂടുതലായിട്ട് എനിക്ക് അത് ആഡ് ഓൺ ചെയ്യാനുണ്ടാവില്ല. പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം പല BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രസ്താവനകൾ, സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ, ആ വിഷയങ്ങളൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ അല്ലേ? അതും നമ്മളാരും ഉണ്ടാക്കി പറയുന്ന സോഴ്സിലെ വാർത്തകളൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, ഇതിൻ്റെ അകത്ത് പല പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എവിടെ ഏത് എക്സ്റ്റന്റ് വരെ പബ്ലിക്കായിട്ട് അഭിപ്രായം പറയരുത് എന്നൊക്കെ അവരവരാണ് തീരുമാനിക്കേണ്ടത്. ഒരു ബഹുജന പാർട്ടിയാണ്. അതിൻ്റെ അകത്ത് ധാരാളം പല അഭിപ്രായങ്ങളുണ്ടാവും, പല വ്യക്തികളുണ്ടാവും. അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പുകളും ഒക്കെ ഉണ്ടാകും. അത് എത്രത്തോളം പുറത്തു പോകണം, എത്രത്തോളം പുറത്തു പറയണം എന്നൊക്കെയുള്ളത് അവരവരുടെ ആ ഒരു എന്താണ് പറയുന്നത് ലോജിക്കും ശ്രുതവും ഒക്കെ അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണത്.
അതവർ ചെയ്യുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി സംഘടനയുടെ തീരുമാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണല്ലോ അതിന്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അഭിപ്രായം പറയേണ്ടവർ പറയട്ടെ, അവർ ഏത് എക്സ്റ്റെന്റ് വരെ പോകുന്നു എന്നുള്ളതും അത് ഏത് എക്സ്റ്റെന്റ് വരെ സംഘടന അതിനെ എന്താണ് കണക്കിലെടുക്കണമെന്നുള്ളതും അതിനെ ഗൗരവമായിട്ട് എടുക്കണമെന്നുള്ളതൊക്കെ ആ സംഘടന തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത്രയേ ഉള്ളൂ. മെജോറിറ്റി അപ്പോഴും ശ്രീ ഷാബു പ്രസാദ്, മെജോറിറ്റിയിൽ വരുന്ന അഭിപ്രായ പ്രകടനങ്ങൾ അതൊക്കെ ഒരു വശത്ത് നിൽക്കുന്നു. പാലക്കാട് നിന്ന് നമുക്ക് വന്ന പോസ്റ്റർ പ്രതികരണങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത്, കുറുവ സംഘത്തിൽ നിന്ന് BJP രക്ഷിക്കൂ, സേവ് BJP എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളും പോസ്റ്ററുകളും വരിക, അതിനുശേഷം പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് വരിക. അതായത് ഈ പാളയത്തിൽ പടയെങ്കിലും മിനിമം മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തയാണ് എന്ന് കൂടി താങ്കൾ പറയില്ലല്ലോ അല്ലെ? ആ ഒരു വരിയെങ്കിലും താങ്കൾ പറയാതിരിക്കുമല്ലോ അല്ലെ? അതായത് ഒരു പാർട്ടിക്കകത്തുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെയും അല്ലെങ്കിൽ യോജിപ്പുകളെയും വിയോജിപ്പുകളെയും ഒക്കെ പാളയത്തിൽപ്പെട എന്ന് വിശേഷിപ്പിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. കാര്യം കുറെ നാളായല്ലോ നിങ്ങൾ ഈ പറയുന്നു. അതായത് കഴിഞ്ഞ എന്റെ ഒരു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 10, 15, 16 വർഷമായി BJPയിലെ പാളയത്തിൽപ്പെടയുടെ കഥകൾ ഈ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. മുരളീധരനും കൃഷ്ണദാസും ശ്രീധരൻ പിള്ളയും കുമ്മനവും അങ്ങനെ ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് ധാരാളം പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നതല്ലാതെ ഇതിൻ്റെ അത് ഇത്ര കാലം നീണ്ടു നിൽക്കുന്ന പടയുമായി യുദ്ധം ചെയ്യാനുള്ള ഒക്കെ ഉണ്ടോ അതിൻ്റെ അകത്ത്? അങ്ങനെയാണെങ്കിൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവണ്ടേ? പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എവിടെ നിന്ന് ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട്, അതായത് മുരളീധരനോ അല്ലെങ്കിൽ സുരേന്ദ്രനോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനോ അവരൊക്കെ കുറെ ആൾക്കാരെയും കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി മറ്റൊരു പാർട്ടി ചേർന്നു, അല്ലെങ്കിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കി വേറൊരു മുന്നണിയിൽ ചേർന്നു. ഇതൊക്കെയാണല്ലോ പൊതുവെ ഈ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പാളയത്തിൽ പടയുടെ അനന്തരഫലം എന്ന് പറയുന്നതാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. കോൺഗ്രസിന്റെ അത് കരുണാകരൻ ഇറങ്ങി പോകുന്നതും ഇവിടെ ഇന്ദിരാ കോൺഗ്രസ് ഉണ്ടാക്കുന്നു, LDF-ആയിട്ട് തോളക്കായിട്ട് കിടക്കുന്നു, സോണിയാഗാന്ധിയെ മദാമ്മ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. CMPയിൽ മറ്റേ ME രാഘവനെ പുറത്താക്കുന്നു, ME രാഘവൻ മറ്റൊരു പാർട്ടി ഉണ്ടാക്കുന്നു, കുറെ പേര് ME രാഘവന്റെ കൂടെ പോകുന്നു, അദ്ദേഹം UDF-ൽ ചേരുന്നു, ഗൗരിയമ്മയുടെ ഇതൊക്കെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പാളയത്തിൽപ്പെടാ BJPയിൽ പാളയത്തിൽപ്പെടാ എന്ന് നിങ്ങൾ ഇങ്ങനെ കൊട്ടിഘോഷിക്കുന്നതല്ലാതെ BJPയിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇതുവരെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പറയുന്നതല്ലാതെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ ഉണ്ടാവും. കാര്യം ഇത് യന്ത്രമനുഷ്യരൊന്നും അല്ലല്ലോ ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഒരു സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരേ പ്രോഗ്രാമിൽ അങ്ങോട്ട് ഒരേ അൽഗോരിതം വെച്ച് വർക്ക് ചെയ്യുന്നതൊന്നും അല്ലല്ലോ, മനുഷ്യരല്ലേ. ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ അതൊക്കെ ഉണ്ടാവും. അതല്ലാതെ അൾട്ടിമേറ്റ് ഈ പാളയത്തിൽ പടയുടെ റിസൾട്ട് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. 1-2 പതിറ്റാണ്ടായി നിങ്ങൾ ഇങ്ങനെ പറയുന്നു. ഇത് എവിടെ ഇത്? അൾട്ടിമേറ്റ്ലി അതാണ് പറഞ്ഞത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു സംഘടന എന്നുള്ള നിലയിൽ ഒരു ഡിസിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണല്ലോ അവരുടെ തീരുമാനം. ശ്രീ ഷാബു പ്രസാദ്, അതായത് ഈ ആരും പാളയത്തിൽ പടയെന്ന് പറഞ്ഞ ഈ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി പോവുകയില്ല, ഇവിടെ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കും, അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടാവുകയില്ല. കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് കാലാകാലത്തോളം തുടരാൻ പോകുന്നില്ല, അദ്ദേഹം ഈ ടൈം കഴിയുമ്പോൾ മാറും. ഇതാണ് താങ്കൾ പറയുന്നതിന്റെ രത്ന ചുരുക്കം. അതായത് അധ്യക്ഷ മാറ്റം ഉണ്ടാകും അല്ലേ? ഉണ്ടാകണം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവും, അല്ലാതെ പറ്റില്ല. കാര്യം ഈ ടൈം കഴിഞ്ഞാൽ ഒരാൾ മാറിയേ പറ്റൂ. ഇന്ന് വരെ ഞാൻ തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ, ഷാബു പ്രസാദ് ഈ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുന്നത് പോലും കെ സുരേന്ദ്രൻ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറും. അത് ഒരു പാർട്ടിയുടെ സംഘടനാപരമായിട്ടുള്ള സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള മാറ്റമാണ്. അതേതെങ്കിലും വിമർശനത്തിന്റെ ഭാഗമല്ല, അതേതെങ്കിലും ഒരു തോൽവിയുടെ അടിസ്ഥാനത്തിലല്ല, അത്തരം പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിലല്ല, വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലല്ല, മാറുമെന്ന് പറയുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, കേന്ദ്ര നിരീക്ഷക കേരളത്തിലെത്തിയുള്ള വിലയിരുത്തലുകളിൽ മണ്ഡലം ജില്ലാ പ്രസിഡന്റുമാർക്ക് 5 വർഷം ഇളവ് നൽകുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും കെ സുരേന്ദ്രനും വീണ്ടും തുടരാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളത്. എതിർപക്ഷത്തുള്ള ചേരി അതൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് തീർന്നോ എന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പുറത്തിരിക്കുന്ന ഷാബു പ്രസാദ് പോലും പറയുന്നത് മാറ്റം അനിവാര്യമാണ്, അതുണ്ടാകും എന്നുള്ളതാണ്. അതായത് പാർട്ടി പ്രവർത്തകരും പാർട്ടി അനുയായികളും ആഗ്രഹിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJP സംസ്ഥാന നേതൃത്വത്തിൽ ഒരു മാറ്റമുണ്ടാകും എന്ന് തന്നെയാണോ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്? ശ്രീ അപർണ, ഇതിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു പാർട്ടിയിൽ ഒരു മാറ്റം ഉണ്ടാകണം എങ്കിൽ നിലവിലുള്ള സംവിധാനം ശരിയായ രീതിയിലല്ല പോകുന്നത് എന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ടാകണം.
അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാറ്റം ഉണ്ടാകണമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിമാൻഡ് പല ആൾക്കാരിൽ നിന്നുണ്ടാകുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമായിട്ടുള്ള ഒരു മാറ്റമാണ് എന്ന് പറയുന്നെങ്കിൽ, മറ്റു ചില ആൾക്കാർ പറയുന്നത് അത് ടേമിൻ്റെ പൂർത്തീകരണത്തോടു കൂടി എത്ര വിജയം ഒരാൾ കൈവരിച്ചാലും അയാൾ പിന്നീട് മാറും എന്ന രീതിയിലത്തേക്കാണ്. അപ്പോൾ അതിന് കൂട്ടായിട്ട് പറയുന്നത് BJPയുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇപ്പോൾ BJPയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 5 വർഷം ടേം പൂർത്തിയാക്കിയിരിക്കുന്ന ആൾക്കാർക്ക് വീണ്ടും ഇളവ് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരുപക്ഷെ അടുത്ത അവസരത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുമായിരിക്കും. അതോ അങ്ങനെ ഒരു തീരുമാനം മറ്റാർക്കെങ്കിലും അങ്ങനെ എടുക്കാനായിട്ട് സാധ്യമാണോ എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഇന്നിപ്പോൾ BJPയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള നിരീക്ഷക അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം തന്നെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ആൾക്കാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന രീതിയിലത്തേക്ക് ഒരു ഇളവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഇളവ് പ്രയോജനപ്പെടുത്തി ശ്രീ K. സുരേന്ദ്രന് അടുത്ത ഒരു ടേം കൂടി കിട്ടാനുള്ള ഒരു സാധ്യതയെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ 5 ഇയർ ക്ലോസ് എന്ന് പറയുന്നത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിലെപ്പോൾ മാറ്റം വരുത്താം, ആർക്കാണ് അതിനുള്ള ചുമതല, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി BJPയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും ശരിയായിട്ടല്ല നടക്കുന്നത് എങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. എല്ലായ്പ്പോഴും ഒരു അമെൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു ചേഞ്ച് എന്നൊക്കെ പറയുന്നത് നിലവിലുള്ള സംവിധാനം എന്തിനെയാണോ കാര്യക്ഷമമായിട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ കാര്യക്ഷമത കുറയുന്നു എന്ന് തോന്നുന്ന സമയത്താണ്. അപ്പോൾ അങ്ങനെ കാര്യക്ഷമത കുറയുക എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഓർഗാനിക്കലി ആ പാർട്ടി വളരണം. അപ്പോൾ ആ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ എല്ലാവിധ സംവിധാനങ്ങളും പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ മറ്റെല്ലാവരും ആ പാർട്ടിയെ വളർത്തുന്നതിനും ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് നമ്മുടെ നാട്ടിലെ നിയമസഭയിലേക്ക് ലോക്സഭയിലേക്കോ ഒക്കെ തന്നെ മെമ്പർമാരെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതൊക്കെ തന്നെ അവരുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒബ്ജക്റ്റീവുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം തന്നെ ശ്രമിക്കേണ്ടത്. അങ്ങനെ ആത്മാർത്ഥമായി ശ്രമിച്ചിട്ട് പരാജയം ഉൾക്കൊള്ളുന്ന സമയത്ത് അല്പം മുമ്പ് ശ്രീ ഷാബു പറഞ്ഞതുപോലെയുള്ള ഒരു ന്യായീകരണമാണ് പറയുന്നത് എങ്കിൽ ആ പാർട്ടി വളർച്ച ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. അതായത് ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നില്ല പാലക്കാട്, കോൺഗ്രസ് ജയിച്ചിരുന്ന സീറ്റാണ് പാലക്കാട്, അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്ന് പറയുന്നത് BJPയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചടി എന്ന രീതിയിലല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയുന്നത്. മറിച്ച് അവരുടെ എയർ ക്ലാസ് മണ്ഡലമാണ്, ഇത്തവണ എന്തായാലും അത് ജയിച്ചിരിക്കും എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ക്യാമ്പയിൻ നടത്തിയിരുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ വളർച്ചയ്ക്കൊന്നും തന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങളുടെ സീറ്റ് ആയിരുന്നില്ല, അപ്പോൾ സിറ്റിംഗ് സീറ്റ് അല്ലാത്തപ്പോൾ അവിടെ തോറ്റു കഴിഞ്ഞാൽ അതിൽ അസ്വാഭാവികമായിട്ട് മറ്റൊന്നുമില്ല എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത് എങ്കിൽ ആ പാർട്ടി അംബീഷ്യസ് അല്ല എന്നാണ് അതിനർത്ഥം. അതിൻ്റെ നേതൃത്വവും അംബീഷ്യസ് അല്ല എന്നാണ് അതിനർത്ഥം. അതല്ല എങ്കിൽ ഇത് ഞങ്ങളുടെ കനത്ത പരാജയമാണ്, അതിൽ നിന്ന് മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു വരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കും എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. ഒരു മാറ്റം ഉണ്ടാവുക എന്നത് പിന്നീട് ഒരു അതായത് തെറ്റ് തിരുത്തുകയാണ് എന്ന് പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ തിരുത്തുകയാണ് എന്ന് സമ്മതിക്കാത്ത തരത്തിലുള്ള ഏത് മാറ്റവും ഉണ്ടാകാം. അത് സ്വാഭാവികമായ മാറ്റമാണ്, അതല്ലാതെ തെറ്റ് പറ്റിയത് കൊണ്ടല്ല എന്നുകൂടിയാണ് വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെ അവർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിലവിൽ വന്നിരിക്കുന്ന പരസ്യ പ്രതികരണങ്ങളിൽ ഒന്നും തന്നെ അങ്ങനെയുള്ള ഒരു തെറ്റുപറ്റി എന്ന രീതിയിലത്തേക്കല്ല. അവിടുത്തെ സ്ഥാനാർത്ഥി പോലും പറഞ്ഞു താനായിരുന്നില്ല അവിടെ ഐഡിയൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പോലും പറഞ്ഞത്. കാരണം പാർട്ടിയുടെ ബേസ് വോട്ട് കിട്ടി, പക്ഷേ പാർട്ടിക്ക് ജയിക്കണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരാൾ, ശ്രീധരൻ സാറിനെ പോലെ ഒരാൾ വേണം എന്നാണ് അവിടുത്തെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞത്. എന്ന് വെച്ചാൽ അദ്ദേഹം ആയിരുന്നില്ല അവിടെ സ്ഥാനാർത്ഥിയാകേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ രീതിയിലത്തേക്കുള്ള ഒരു തിരിച്ചറിവ് അവർക്കുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം സ്വയം നോമിനേറ്റ് ചെയ്യുകയല്ല, മറ്റുള്ള ആൾക്കാരാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ആ പരാജയത്തിൽ അദ്ദേഹത്തിന് മാത്രമല്ല ഉത്തരവാദിത്വം, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആ കാൻഡിഡേറ്റർ തീരുമാനിച്ചിരിക്കുന്ന ആൾക്കാർ, കേന്ദ്ര നേതൃത്വം, എല്ലാ ആൾക്കാർക്കും തുല്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ ആ രീതിയിലത്തേക്ക് അവർ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടാമത് ഒരു എക്സ്റ്റൻഷൻ കിട്ടിയിരിക്കുന്ന ആളിൻ്റെ ടേം തീരും, അദ്ദേഹം നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാക്കിയാലും ഇല്ല എങ്കിലും അത് തീരും, അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറുക എന്ന് പറയുന്നത് അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. അങ്ങനെ മാറുന്ന സമയത്ത് ചില മാധ്യമങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇവരൊക്കെ തന്നെ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മാറിയത് എന്ന രീതിയിലത്തേക്ക് പറയാൻ ശ്രമിക്കും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കാരണം അങ്ങനെ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു മാറ്റം ഉണ്ടാവുകയാണ് എങ്കിലോ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിലോ ഞങ്ങളും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഇവിടെ മറ്റെന്തോ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയുന്ന മറ്റു ചില ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ചില വ്യക്തികളുണ്ട്. അതായത് നിലവിലുള്ള നേതൃത്വത്തിനോട് ചേർന്ന് നിന്നതുകൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പക്ഷേ ഗുണമുണ്ടാകും എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തികളും ഉണ്ടാവാം. അങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാർക്കൊന്നും തന്നെ പരാജയമില്ല.
അവർക്കാർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള അടിയും കിട്ടിയിട്ടില്ല, പാർട്ടിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും ഉണ്ടായിട്ടില്ല, അടിസ്ഥാന വോട്ട് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ തൃപ്തരാണ്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ അംബീഷ്യസ് അല്ല എന്ന രീതിയിലത്തേക്ക് ഇങ്ങനെ ആശ്രിത വാത്സല്യം ആഗ്രഹിക്കുന്ന ആൾക്കാർ പറയുന്നതിനകത്തിലും എനിക്ക് അസ്വാഭാവികമായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ നിലവിൽ BJP-യിൽ എന്തൊക്കെ രീതിയിലത്തേക്കുള്ള മാറ്റങ്ങളാണ് അവർ കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്? നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. അതായത് ഒരു ജില്ലയെ തന്നെ പലതായിട്ടൊക്കെ തന്നെ വിഘടിപ്പിച്ച് അതിൽ തന്നെ പല നേതൃസ്ഥാനത്തേക്ക് ആളെ കൊണ്ടുവരുന്നു, പല തരത്തിലുള്ള കമ്മിറ്റികളെ കൊണ്ടുവരുന്നു. ഞാൻ പറയുന്നത് ഇവിടെ ഏറ്റവും വലിയ സക്സസ് ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടികൾ പോലും ആ രീതിയിലല്ല ഓപ്പറേറ്റ് ചെയ്യുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടുന്ന കാര്യമില്ല. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വീപ്പിംഗ് വിക്ടറി കിട്ടിയിരിക്കുന്ന കോൺഗ്രസിനാണെങ്കിലും അല്ലെങ്കിൽ CPM-നാണെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലത്തേക്കല്ല അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഏറ്റവും ബോട്ടം ലെവലിൽ പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾ ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റികൾ വരെ വളരെ കൃത്യമായിട്ട് പ്രവർത്തിക്കുകയും അതിന് അധ്യക്ഷൻ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാൾ വരികയും അവരിതിനെ എല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പ്രാപ്തിയുള്ളയാളാണ് എന്ന് തെളിയിക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ചില ജില്ലകളെ 3ആയിട്ട് വിഭജിക്കുന്നു, ചില ജില്ലകളെ 2ആയിട്ട് വിഭജിക്കുന്നു, അപൂർവം ചില ജില്ലകളെ 1ആയിട്ട് മാത്രം നിലനിർത്തുന്നു. അതിനുശേഷം നിലവിലുള്ള ആളിന് ഒരുപക്ഷെ ഇത് കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ എന്ന് എനിക്കറിയില്ല, മറ്റു പല കമ്മിറ്റികൾ ഉണ്ടാകുന്നു എന്ന രീതിയിലത്തേക്കുള്ള ആസൂത്രണമാണ്. ഈ ആസൂത്രണം നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഇപ്പോഴാണോ? അല്ല. 2021 സമാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസത്തിൽ അന്ന് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു പ്രഖ്യാപനം നമ്മൾ കേട്ടതാണ്. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയത്തും അധ്യക്ഷൻ ശ്രീ K. സുരേന്ദ്രനായിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് 2024 തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവിടെയുള്ള നമ്മുടെ 140 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്, ആ മണ്ഡലങ്ങളെ എല്ലാം തന്നെ 2ആയിട്ട് കരുതിക്കൊണ്ട് 280 മണ്ഡലങ്ങൾ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ രീതിയിലത്തേക്കൊന്നും ഉണ്ടായില്ല. വ്യക്തി കേന്ദ്രീകൃതമായിട്ട് പാർട്ടിക്ക് ചില വ്യക്തികൾ മൂലം ഉണ്ടാകുന്ന നേട്ടത്തിനപ്പുറത്തേക്ക് ഒരു സ്വീപ്പിംഗ് ആയിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ ആ രീതിയിലത്തേക്കുള്ള ഒരു കാര്യം എന്നത് ഉണ്ടായിട്ടില്ല. അപ്പം നമ്മൾ ഈ പറയത്തില്ല, ഈ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ് എന്ന് പറയുന്നത് പോലെ ചില പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മാറ്റം എന്ന് പറയുന്നത് സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, BJP-യുടെ ഭരണഘടനയെ പറ്റി പറഞ്ഞു. BJP-യുടെ ഭരണഘടനയിൽ ഒരു വോട്ടിംഗ് പ്രോസസ്സിനെ പറ്റി പറയുന്നുണ്ട്. ആ വോട്ടിംഗ് പ്രോസസ്സിൽ തന്നെ ഏതൊക്കെ സ്ഥാനങ്ങളിലേക്ക് ആണ് സീക്രട്ടായിട്ടുള്ള ബാലറ്റ് വോട്ടിംഗ് വേണ്ടത് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ രീതിയിലത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ നടക്കാൻ പോകുന്നത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ അതിൽ ഇപ്പം മണ്ഡലങ്ങളുടെ തലമുണ്ട്, ജില്ലാ തലമുണ്ട്, സ്റ്റേറ്റ് തലമുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ അങ്ങനെയാണോ വരുന്നത്? അതോ ഏതെങ്കിലും കമ്മിറ്റികളൊക്കെ തന്നെ രൂപീകരിച്ചതിന് ശേഷം അവർ ഒരു സമവായം വഴി ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ശ്രമിക്കുന്നത്? എങ്കിൽ അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് നടക്കുക. അപ്പോൾ അതല്ലാതെ വളരെ കൃത്യമായിട്ട് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ പ്രോസസ് അത് നടന്നതിന് ശേഷമാണോ ആൾക്കാരെ എടുക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ വളരെ അതൊന്ന് ക്ലാരിഫിക്കേഷൻ ചോദിച്ചോട്ടെ. നേരത്തെ പറഞ്ഞ പോലെ 140 മണ്ഡലം അത് 280 മാറ്റി, അതിനുശേഷം വലിയ മൂവ്മെന്റ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ അസംബ്ലിയിൽ 4% ഇത് താഴെ പോയി, 4%-അകം താഴെ പോയി. ഇപ്പൊ ഈ 30 ജില്ല എന്നുള്ളൊരു മാറ്റം കൊണ്ടുവരുന്നതും ഈ തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു പരിഷ്കാരമാണ്. ഇതുകൊണ്ട് ചില ആൾക്കാർ, ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഗുണമുണ്ടാകും, അതല്ലാതെ പാർട്ടിക്ക് ഗുണമുണ്ടാവുകയില്ല എന്നാണ് പറയുന്നതെങ്കിലും ഇത് നടപ്പാവുകയാണല്ലോ. അപ്പോൾ ഒരു പക്ഷത്തിന്റെ മോട്ടീവ് നടപ്പാകുകയാണല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെ മാറ്റമുണ്ടാകും? അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് നമ്മൾ ഈ ഒരു കേക്കിനെ നമ്മൾ എത്രയായിട്ട് വീതം വെക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ മുറിക്കുന്നു, ഒറ്റ കഷ്ണം നമ്മൾ 2 വെട്ട് വെട്ടിയിട്ട് 4 കഷ്ണമാക്കുന്നോ, അതോ ഈ 4 കഷ്ണത്തിനെ വീണ്ടും 3ആയിട്ട് പകുക്കുന്നോ തുടങ്ങിയ കാര്യങ്ങളാണ്. നമുക്ക് പകുക്കാനായിട്ട് ഇത്ര കേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള രീതിയിലത്തേക്കുള്ള ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ടോ? അവർക്കത് നടത്തിപ്പിക്കാനുള്ള ശേഷിയുണ്ടോ? ഇപ്പോൾ ഇവിടെ ഒന്നായിട്ട് ഇത് കണ്ടുകൊണ്ട് 14 ജില്ലകളായി നമ്മളതിനെ കണ്ടതുകൊണ്ടോ, ആ രീതിയിലത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൽ ആ രീതിയിലത്തേക്കുള്ള ജില്ലാതല പ്രവർത്തനം ഏകോപിപ്പിച്ചതുകൊണ്ടോ ഉണ്ടായിരുന്ന എന്തെങ്കിലും പോരായ്മ കൊണ്ടാണോ ഇവിടെ BJP പരാജയപ്പെട്ടത്? അല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ നാണയം നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇരുട്ടത്താണ് എങ്കിൽ നിങ്ങൾ പകരം വെളിച്ചമുള്ള ഒരു സ്ഥലത്ത് പോയി തപ്പുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടിയാണിത്. അതായത് ഇത് കേട്ട് കഴിഞ്ഞാൽ എന്താ നമുക്ക് തോന്നുക? ഇത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള നേരത്തെ ഉണ്ടായിരുന്ന ഒരു ജില്ലാ തലത്തിലുണ്ടായിരുന്ന ഒരു അടിസ്ഥാനം, ആ അടിസ്ഥാനമായിരുന്നു BJPക്ക് വളർച്ച ഉണ്ടാകുന്നതിന് വിഘാതമായി നിന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജില്ലകളെ, വലിയ മണ്ഡലങ്ങളെ ഒക്കെ തന്നെ നമ്മൾ വിഭജിച്ചുകൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കിക്കൊണ്ട് പുതിയ കമ്മിറ്റികളെ കൊണ്ടുവന്ന് ആ കമ്മിറ്റികൾ അവിടെ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രവർത്തനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്കുള്ള ബാലാരിഷ്ടതകളൊക്കെ മാറി വരികയുള്ളൂ എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയാണ് ഇവിടെ. പക്ഷെ അങ്ങനെയാണോ പ്രശ്നം? അവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലാണ് തുടങ്ങുന്നത്. പലപ്പോഴും അസ്വീകാര്യരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും അപഹാസ്യമായിട്ടുള്ള ഒരു കാര്യം പോലും 2021
തെരഞ്ഞെടുപ്പിൽ നടന്നത് എൻ്റെ ഓർമ്മയുണ്ട്. മാനന്തവാടിയിലോ മറ്റോ ആണ് ഒരു സ്ഥാനാർത്ഥിയെ ഡൽഹിയിൽ നിന്ന് പ്രഖ്യാപിക്കുന്നു. ഡൽഹിയിൽ നിന്ന് BJPയുടെ കേന്ദ്ര വക്താവ്, അതിൻ്റെ ചുമതലയുള്ള ആൾ തന്നെ അവിടെ പത്രസമ്മേളനം നടത്തി ഈ സ്ഥാനാർത്ഥിയുടെ പേരടക്കം വായിക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളൊക്കെ തന്നെ പിന്നെ ക്യാമറയുമായിട്ട് അദ്ദേഹത്തെ കാണാൻ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്കറിയത്തില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിയാകാമെന്ന്, ഞാൻ സ്ഥാനാർത്ഥിയല്ല എന്ന് പറഞ്ഞ് അവസാനം വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ സിൽബന്ധികളായിട്ടുള്ള ആൾക്കാർക്ക് സീറ്റ് കൊടുക്കുന്നുണ്ടോ, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് ഉണ്ടോ, ആശ്രിത വാത്സല്യം കൊണ്ട് ആർക്കെങ്കിലും സീറ്റ് കൊടുക്കുന്നുണ്ടോ, അവരെയാണോ വേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ആരാണോ അവരവിടേക്ക് വരുന്നത്, ആ സ്ഥാനത്തേക്ക് അവർ വരുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയായി കഴിഞ്ഞാലും കുറച്ച് പന്തുകൾ, പല നിറത്തിലുള്ള പന്തുകൾ ഒരു പെട്ടിയിലിട്ടതിന് ശേഷം അതിൽ നിന്ന് നമ്മളിങ്ങനെ വാരി എടുക്കുന്ന സമയത്ത് ഈ പറയുന്ന നിറങ്ങളെല്ലാം തന്നെ അതിൽ കാണും. അത് എത്ര തവണ വാരി കഴിഞ്ഞാലും ഇതേ നിറങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരേ സെറ്റ് ഓഫ് ആൾക്കാരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് വേണ്ടതെങ്കിൽ അതിൽ ജനാധിപത്യ രീതിയിലത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനം അവിടെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും താഴെ തട്ടിൽ തന്നെ നടക്കണം. അതല്ലാതെ അവിടെ സമവായം വഴി നമ്മൾ ആളെ എടുക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം വരുന്നുണ്ടോ? നാളെ ഒരുപക്ഷെ നമ്മൾ അങ്ങനെയും കേട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് ഭരണഘടനയിൽ പാർട്ടി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണോ ആ രീതിയിലത്തേക്കുള്ള ട്രാൻസ്പെറൻറ്റ്, ഫെയർ, ഫ്രീ ഇലക്ഷൻസ് അവിടെ നടന്ന് ഓരോ മണ്ഡലങ്ങളിൽ ഫ്രം ഗ്രൗണ്ട് അപ്പ് അവർക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചാൽ ഒരുപക്ഷെ സമൂലമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകും. അങ്ങനെയുള്ള മാറ്റമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ മാറ്റം എല്ലാ നേതൃമണ്ഡലങ്ങളിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അതിപ്പോൾ മണ്ഡലം ലെവലിലാണെങ്കിലും ജില്ലാ തലത്തിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തിട്ട് ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള, ഏറ്റവും കൂടുതൽ പ്രവർത്തകർക്ക് താല്പര്യമുള്ള അങ്ങനെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ നല്ല വിഷനുള്ള, നല്ല ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവച്ചാൽ ആ ആൾക്കാരുടെ പ്രവർത്തന രീതി കൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാകും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നടപ്പാകും. അതല്ല എങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ ഈ പെട്ടിയിൽ നിന്ന് പല നിറത്തിലുള്ള പന്തുകൾ എടുത്ത് വെക്കുന്നത് പോലെ മാത്രമുള്ള ഒരു എക്സസൈസ് ആയി പോകും. അതുകൊണ്ട് പാർട്ടിക്ക് ഗുണമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, പല തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നോ യാതൊരു വിധത്തിലുള്ള പെർഫോമൻസും ഇല്ലാത്ത പല സ്ഥാനാർത്ഥികളും വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പറയുന്ന സമയത്ത് തന്നെ അവിടെയുള്ള സ്ഥാനാർത്ഥിയെ പറ്റി അവിടെയുള്ള പാർട്ടിയുടെ ആൾക്കാർ, മറ്റുള്ള ആൾക്കാരെ വിട്ടേക്കൂ, മാധ്യമങ്ങളെ വിട്ടേക്കൂ, വ്യക്തികളെ വിട്ടേക്കൂ, അവിടെ പാർട്ടിയുടെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർ, ദേശീയ കൗൺസിൽ അംഗം, അല്ലെങ്കിൽ അവരുടെ അവർ ഭരിക്കുന്ന കോർപ്പറേഷനിലെ അധ്യക്ഷ, ഈ തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ പറയുന്നുണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയം പാളിപ്പോയി എന്ന്. അപ്പോൾ ഞാൻ പറയുന്നത് എലമെന്ററി പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാണ്. അത് തീരുമാനിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഈ കേന്ദ്രത്തിലേക്ക് അതിനെ നിർദ്ദേശിക്കുന്ന ആൾക്കാർ, ആ ആൾക്കാർ ആരാണ്? അത് പഴയ സിസ്റ്റം തന്നെയാണ് എങ്കിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന രീതിയിൽ തീർച്ചയായിട്ടും. ശരി, എനിക്ക് ഓക്കെ, ശരി. ശ്രീചന്ദ് തിരിയെത്താം. ശ്രീ ജോർജ് പടിപ്പാറ, BJP പോലൊരു കേഡർ പാർട്ടിയുടെ അകത്ത് നിന്ന് അതിൻ്റെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് വ്യക്തമാക്കുന്നത് ശ്രീജിത്ത്. അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തലത്തിൽ നടത്തേണ്ട മാറ്റങ്ങൾ, ഇവർ കൊട്ടിഘോഷിക്കുന്ന പോലെ മണ്ഡലങ്ങൾ 2 140 280 ജില്ല 30 ജില്ലാ തലത്തിൽ പ്രസിഡന്റുമാർ 3 പേരാക്കി. ഇതിന് പകരം സ്ഥായിയായിട്ടുള്ള വിഷയങ്ങൾ എന്താണ്? സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കാതെ ഉണ്ടാകുന്ന മാറ്റം ഗുണം ചെയ്യുകയില്ല എന്ന് പാർട്ടിക്കകത്തു നിന്നുള്ള ഒരു വിലയിരുത്തലാണ് ശ്രീജിത്ത് പറയുന്നത്. നേരത്തെ ശ്രീ ഷാബു പ്രസാദ് പാർട്ടിക്കകത്തു നിന്ന് തന്നെയാണ് പറയുന്നത് നോർമലി ഇതിലൊരു മാറ്റം ഉണ്ടാകുന്നു. പക്ഷേ ആ മാറ്റം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റ് തിരുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റം ഉണ്ടായി എന്നുള്ളൊരു സമ്മതിക്കൽ അതിനകത്ത് ഇല്ലാതാനും. പുറത്തു നിന്ന് കാണുമ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യക്ഷ മാറ്റം വേണം എന്ന് ഒരു വിഭാഗം പറയുന്ന അത്തരം ചില പുകച്ചിലുകളും പ്രതിഷേധങ്ങളുടെയും ഒക്കെ അനുരണനങ്ങളൊക്കെയാണ് പുറത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിൽ ശ്രീ ജോർജ് പടിപ്പാറ താങ്കൾക്ക് തോന്നുന്നു? രാജ്യസന്നദ്ധത പോലും നേരത്തെ അറിയിച്ചതാണ് കെ സുരേന്ദ്രൻ. പ്രകാശ് ജാവ്ദേക്കർ വ്യക്തമാക്കുന്നത് കെ സുരേന്ദ്രന്റെ രാജി ആവശ്യമില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വം ഇപ്പോഴുള്ള സംസ്ഥാന അധ്യക്ഷന്റെ ഒപ്പമാണ് നിൽക്കുന്നത് എന്നാണല്ലോ പുറത്തു നിൽക്കുന്നവർക്ക് തോന്നുക. എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം പുറത്തു നിൽക്കുന്നവർക്ക് അതിൽ വിലയിരുത്താനുണ്ടോ? അപർണ, അതിനകത്ത് ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ കെ സുരേന്ദ്രൻ ആണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്ന് ഏറെക്കുറെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒരു താല്പര്യമാണ് അവിടെ നടന്നത്. പക്ഷെ പാലക്കാടിന്റെ കാര്യത്തിൽ അവിടുത്തെ അണികൾ നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അവിടുത്തെ ദേശീയ കൗൺസിൽ അംഗം, അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ, മാത്രമല്ല അവരുടെ ശക്തി കേന്ദ്രങ്ങളിലെ ഒരു പ്രത്യേക സമുദായത്തിലെ കൗൺസിലർമാർ, ഇവരെല്ലാവരും പറഞ്ഞിരുന്നത് ഇക്കുറി ഈ കൃഷ്ണകുമാറിന്റെ പേരല്ല, മറിച്ച് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എവിടെ നിർത്തിയാലും മികച്ച പോരാട്ടം നടത്തുന്ന, വോട്ട് വിഹിതം ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കുന്ന
ഇപ്പോൾ ഞാൻ ഈ ശ്രീധരനെ പോലെ ഒരാൾ പാലക്കാട് നിന്ന് നിഷ്പക്ഷ വോട്ടുകൾ ഒരുപാട് നേടി, അത് നമുക്കറിയാം. അത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന വലിയ മെട്രോമാൻ്റെ ഒരു വ്യക്തിത്വം, അത് നമ്മൾ സാധാരണ ഒരു സ്ഥാനാർത്ഥിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന് നിഷ്പക്ഷ മതികൾ, അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവ് പരിഗണിച്ച് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും, CPM-കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഇതിലൊന്നും പെടാത്ത നിഷ്പക്ഷ മതികൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ശോഭാ സുരേന്ദ്രൻ അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചത് ഏതാണ്ട് ഒരു 18% വരെ, അല്ലെങ്കിൽ വലിയ തോതിൽ വോട്ട് വർദ്ധിപ്പിച്ച കഥ ഞാൻ അതിന്റെ കണക്ക് മറന്നുപോയി. 40,000 വരെ ശോഭാ സുരേന്ദ്രൻ അന്ന് വോട്ട് കിട്ടി. അത് കൂടുതൽ. അന്നാണ് BJP ഈ പറഞ്ഞ പോലെ 2ാം സ്ഥാനത്ത് ആദ്യമായിട്ട് എത്തുന്നത്, കൃഷ്ണദാസ് 3ാം സ്ഥാനത്തേക്ക് പോകുന്നു. അപ്പൊ ശോഭാ സുരേന്ദ്രൻ അതിനുശേഷം നമ്മൾ പലയിടത്തും കണ്ടു. ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്തു എന്ന് കണ്ടു, അതുപോലെ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ എന്ത് ചെയ്തു എന്ന് കണ്ടു. അപ്പൊ ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പിള്ളറാണ്, ഒരു വോട്ട് ക്യാച്ചറാണ്. അപ്പൊ അവരൊരു പക്ഷേ പാലക്കാട് പോലെ ഒരു നിർണായക മണ്ഡലത്തിൽ, ക്ലാസ് BJP-യുടെ ഏറ്റവും ക്ലാസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സാധ്യതയുള്ള ആ മണ്ഡലത്തിൽ ഈ പറഞ്ഞ പോലെ അണികൾക്ക് അത്രമേൽ താല്പര്യമില്ലാത്ത ഒരു പരിചയ സമ്പത്ത്, പാലക്കാടിന്റെ സ്വന്തം എന്താ പറയുക, മണ്ണിന്റെ മണം എന്നുള്ളത് ഒഴിച്ചാൽ മറ്റു ഘടകങ്ങൾ വെച്ചാൽ അദ്ദേഹത്തിന് അവിടെയുള്ള പാർട്ടിക്കാരെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല എന്നൊക്കെ മനസ്സിലായിട്ടും അവിടെ 3 പേരുകൾ വന്നു. സാക്ഷാൽ സുരേന്ദ്രന്റെ പേര് വന്നു, ശോഭാ സുരേന്ദ്രന്റെ പേര് വന്നു, ഈ പറഞ്ഞ പോലെ കൃഷ്ണകുമാറിന്റെ പേര് വന്നു. ഒടുവിൽ കൃഷ്ണകുമാറിന് നറുക്ക് വീഴുന്ന കാഴ്ച കണ്ടു. അവിടെയുള്ള BJP-കാർക്കും അറിയാം, പൊതുവിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം, അതിനൊറ്റ കാരണമേ ഉള്ളൂ. സംസ്ഥാന അധ്യക്ഷൻ കൃഷ്ണകുമാറിനോടൊപ്പം നിന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യത്തെ കേന്ദ്ര നേതൃത്വം അക്നോളജ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് കണ്ടാൽ, ഒരു കടുത്ത പോരാട്ടമെങ്കിലും നടക്കേണ്ടിയിരുന്ന പാലക്കാട് ഒടുവിൽ ഫലം വന്നപ്പോൾ വളരെ ഏകപക്ഷീയമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന UDF സ്ഥാനാർത്ഥി വിജയിക്കുന്ന കാഴ്ച കണ്ടു. അവിടെ അദ്ദേഹത്തെ ക്ഷമിക്കണം, അദ്ദേഹത്തിന് വീഴ്ച വന്നു എന്ന് തന്നെ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ആ വലിയ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് രാജ്യസന്നദ്ധത അറിയിച്ചു. അപ്പൊ കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു അദ്ദേഹം രാജിവെക്കേണ്ട കാര്യമില്ല, അത് അദ്ദേഹത്തിന്റെ മാത്രം കുറ്റമല്ല. പക്ഷെ അവിടെ ഒരു പരിഗണന സുരേന്ദ്രന് കിട്ടിയിട്ടുണ്ടാകാനുള്ള സാധ്യത എന്താണെന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് നടന്ന തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴാണ് BJP പോലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയം, 80,000-ലധികം വോട്ടിന്റെ വലിയ വ്യത്യാസത്തിൽ സുരേഷ് ഗോപി വിജയിക്കുന്നത്. അപ്പൊ അവിടെയും ഇതേ നേതൃത്വം, ഇതേ എന്താ പറയാ രാഷ്ട്രീയം, ഇതേ തന്ത്രങ്ങളൊക്കെ തന്നെയാണ് പയറ്റിയത്. അവിടെ വലിയൊരു വിജയം നേടിയെടുക്കാൻ ഈ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞത് സുരേന്ദ്രന്റെ മിടുക്കൊണ്ടാണോ അതോ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു താരപരിവേഷമുള്ള വ്യക്തിത്വം, വളരെ നല്ല മനുഷ്യൻ എന്ന പ്രതിച്ഛായയുള്ള അദ്ദേഹം 5 വർഷമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് നടത്തിയ പ്രവർത്തനം കൊണ്ടുണ്ടായ ഒരു റിസൾട്ടാണ് അതെന്നൊക്കെ വേണമെങ്കിൽ വിലയിരുത്താം. പക്ഷെ എങ്കിലും പലപ്പോഴും വിജയത്തിന്റെ ക്രെഡിറ്റ് അതാത് സമയത്ത് സംസ്ഥാന അധ്യക്ഷന്മാർക്ക് കിട്ടാറുണ്ട്. ആ ഒരു ക്രെഡിറ്റ് സ്വാഭാവികമായിട്ടും സുരേന്ദ്രനും കിട്ടി, അദ്ദേഹത്തിന് അവകാശപ്പെടാവുന്നതുമാണ്. അതുപോലെ തന്നെ അതേ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, തിരുവനന്തപുരത്ത് വളരെ നേരിയ മാർജിനാണ് തോൽക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ. സാക്ഷാൽ ശശി തരൂരിനെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചാണ് കീഴടങ്ങുന്നത്. അതിനേക്കാൾ തിളക്കമുള്ള ഒരു മത്സരമാണ് നമ്മൾ ആറ്റിങ്ങലിൽ കണ്ടത്. ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിനൊടുവിൽ എന്താ പറയുക, CPM-ന്റെ ഒക്കെ വളരെ ശക്തി കേന്ദ്രത്തിൽ, അതുപോലെ തന്നെ കോൺഗ്രസ് അടൂർ പ്രകാശിനെ പോലെ ഒരു വലിയ സ്ഥാനാർത്ഥി എങ്ങനെ വിജയിക്കണം എന്ന് എങ്ങനെ അറിയാവുന്ന, അതിന്റെ ഫോർമുലാസ് എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന അടൂർ പ്രകാശ് പോലും അവസാന നിമിഷത്തിലെ ഉദ്വേഗഭരിതമായ ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ കണ്ടത്. അവിടെയും അത്രയും മാന്യമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ BJP-ക്ക് കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നാൽ ആലപ്പുഴയിൽ കഴിഞ്ഞു. അങ്ങനെ പല മണ്ഡലങ്ങളിലും BJP-ക്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു പോരാട്ട വീര്യം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ ശബരിമല ഇഷ്യൂ ഉണ്ടായിരുന്ന കാലത്ത് പോലും BJP-ക്ക് കഴിയാതിരുന്ന വലിയ ഒരു പോരാട്ട വീര്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല വോട്ടിന്റെ പെർസെൻറ്റേജ് 20% അടുപ്പിക്കാനും കഴിഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാത്രം എടുത്ത് പരിശോധിച്ചാൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന നേതാവിനെ അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ? കേന്ദ്ര നേതൃത്വത്തിന് അദ്ദേഹത്തിൻ്റെതായ അവകാശവാദങ്ങളെ ക്രെഡിറ്റ് മുന്നോട്ട് വെക്കാൻ കഴിയും. അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചപ്പോൾ നല്ല വോട്ട് നേടി. ഇത്തവണ മത്സരിച്ചവർക്ക് അതിൻ്റെ അടുത്തെത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ പല ഘടകങ്ങളിൽ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ, ഒരു സംസ്ഥാന നേതാവ് അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ എപ്പോഴും മോശം പ്രകടനം മാത്രം നടത്തുന്നു, പാർട്ടിയുടെ വിജയത്തിന് ആവശ്യമായ ഫോർമുലകൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പ്രകടനത്തിലേക്ക് പാർട്ടിയെ നയിക്കുന്നില്ല എന്ന ആരോപണം ഒരു വശത്ത് ഉയരുമ്പോഴും അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലുള്ള ബാലൻസ് പരിശോധിക്കുമ്പോൾ അത്ര മോശമല്ലാത്തൊരു ബാലൻസ് ഉണ്ട്. ആദ്യമായിട്ട് BJP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു. അതേ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒരിക്കലും ഉണ്ടാകാത്ത
അത്രയും ഉജ്ജ്വലമായ പോരാട്ട അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ അദ്ദേഹത്തിന്റെ ക്രെഡിറ്റിലുണ്ട്, അദ്ദേഹത്തിന്റെ ബാലൻസ് ഷീറ്റിലുണ്ട്. ഇപ്പൊ പാലക്കാട് സംഭവിച്ചത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കഥ മാത്രം വിലയിരുത്തിയാൽ അദ്ദേഹത്തിന് അതിന്റെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പിടിവാശിയാകാം, അദ്ദേഹം അടിസ്ഥാന യാഥാർത്ഥ്യങ്ങൾ, ഗ്രൗണ്ട് റിയാലിറ്റീസ് മനസ്സിലാക്കാതെ ആകാം കൃഷ്ണകുമാറിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. അതൊരു പാളിയ തീരുമാനമായി പോയി. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു എന്ന് വിലയിരുത്താം. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ഒരു ആവശ്യം മറുവശത്തുണ്ടായത്. നമുക്കറിയാം BJPക്ക് എല്ലാ കാലത്തും സംഭവിക്കുന്ന കാര്യം എന്താ? BJPയുടെ ഒരു വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവരുടെ അകത്തുള്ള രണ്ട് ധാരകളാണ്. ഒരു വശത്ത് നമുക്കറിയാം കൃഷ്ണദാസും അതുപോലെ തന്നെ MT രമേശും അടക്കമുള്ള ഒരു വിഭാഗം. ശോഭാ സുരേന്ദ്രനാവട്ടെ ഈ കൂട്ടത്തിലും ഇല്ല, അതുപോലെ തന്നെ സുരേന്ദ്രൻ കൂട്ടത്തിലും ഇല്ലാതെ ഒരു സ്വതന്ത്ര വ്യക്തിത്വമായിട്ട് പലപ്പോഴും സമാന്തരമായിട്ട് നീങ്ങുന്നു. ഇപ്പുറത്താണെങ്കിൽ മുരളീധരനും സുരേന്ദ്രനും അടങ്ങുന്ന വിഭാഗം, രാജേഷ് അടങ്ങുന്ന VV രാജേഷ് ഒക്കെ ഉള്ള വേറെ അങ്ങനെ ഒരു വിഭാഗം. അപ്പൊ ഈ രണ്ട് ധാരകൾ 1 സ്റ്റെപ്പ് ഫോർവേഡ് 2 സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും BJPയുടെ ഒരു മുന്നോട്ട് പോക്ക്. നേരെ മറിച്ച് അവർ ഒറ്റക്കെട്ടായി ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ട് മുന്നേറിയാൽ എനിക്ക് തോന്നുന്നു അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ കാലാവസ്ഥ നമ്മൾ കണ്ടതാണ്. അതായത് ആ കാലാവസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും നമ്മൾ വിലയിരുത്തിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ BJP ഒരു കോൺഗ്രസ് മുക്ത കേരളം അല്ലെങ്കിൽ ഒരു ഭാരതം സങ്കല്പിക്കുന്ന പോലെ ഒരു കോൺഗ്രസ് മുക്ത കേരളവും സങ്കല്പിച്ചിരുന്നു. കോൺഗ്രസ് തകർന്നാൽ അല്ലെങ്കിൽ UDF തകർന്നാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം BJPക്ക് കിട്ടും എന്നുള്ളൊരു കാൽക്കുലേഷൻ, ആ ഒരു രാഷ്ട്രീയ അടവ് നയമാണ് സ്വീകരിച്ചത്. പക്ഷെ അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് ഈ കോൺഗ്രസിനകത്ത് അല്ലെങ്കിൽ UDFന് പലപ്പോഴും ഹിന്ദു വോട്ട് ബാങ്കിന്റെ ഒരു വലിയ ഷെയർ ഇല്ല എന്നുള്ളതാണ്. അതിലെ ചങ്ക് ഷെയർ പലപ്പോഴും കൊണ്ടുപോകുന്നത് CPM ആണ്. BJPക്കും ആ വോട്ട് ഷെയർ ആണ് കൂടുതൽ കിട്ടേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ BJPയുടെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഈ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ UDFനെ അറ്റാക്ക് ചെയ്യുക, ന്യൂനപക്ഷങ്ങളെ അറ്റാക്ക് ചെയ്യുക, എന്നിട്ട് ഹിന്ദു വോട്ടിന്റെ ഒരു ഏകീകരണം LDFന് അനുകൂലമായിട്ട് നടക്കുന്നതിനെതിരെ അവർ എന്താ പറയാ മൂകസാക്ഷികളായി നിൽക്കുക. ഇപ്പോ BJP കുറെയൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. UDFനെ തകർക്കുന്നതല്ല, മറിച്ച് LDFന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുന്നതാണ് ആത്യന്തികമായിട്ട് BJPയെ സഹായിക്കുക, അവർക്ക് കേരളത്തിൽ കുറെ കൂടി മുന്നേറാനുള്ള ഒരു സാധ്യത തെളിയുക, അങ്ങനെയാണ് എന്നുള്ളൊരു കണക്ക് അല്ലെങ്കിൽ ആ ഒരു ധാരണയിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ആ ധാരണ ബലപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ എന്താ പറയാ യാഥാർത്ഥ്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. കാരണം BJP മുന്നേറിയത് ആരുടെ അക്കൗണ്ടിലാണ്, ആരുടെ ചെലവിലാണ്? തിരുവനന്തപുരത്തായാലും ആറ്റിങ്ങലിലായാലും ആലപ്പുഴയിലായാലും മറ്റേത് മണ്ഡലങ്ങളിലായാലും പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്തിരുന്ന UDFനല്ല LDFന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽ പ്രത്യേകിച്ച് SNDP സംഘടനയൊക്കെ അതിശക്തമായി തന്നെ അവരുടെ നിലപാടൊന്ന് മാറ്റുകയും ആ മാറ്റത്തിന്റെ ഒരു നേട്ടം ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് അനുകൂലമായി മാറുകയും ചെയ്തു. അല്ലെങ്കിൽ ആറ്റിങ്ങലൊക്കെ ഈ രീതിയിൽ LDFന് തകർച്ചയും തിരിച്ചടിയും നേരിടേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ലാറ്റിൻ കത്തോലിക്കർ ഒന്നടങ്കം ഈ ശശി തരൂരിനൊപ്പം UDFനൊപ്പം നിന്നില്ലായിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ കഥയും വേറൊന്നാകുമായിരുന്നു. തൃശ്ശൂരിൽ ഈ പറഞ്ഞ പോലെ വൻതോതിൽ എന്താ പറയാ 2ാം സ്ഥാനത്ത് LDF എത്തി, സുനിൽകുമാർ എത്തി എന്നതൊരു യാഥാർത്ഥ്യമാണെങ്കിലും CPMന്റെ പരമ്പരാഗത തട്ടകങ്ങളിൽ അതിന് നാട്ടിക അബ്ദിക്കാടും പോലെയുള്ള ഒല്ലൂർ 20,000 വോട്ടിനൊക്കെ ജയിച്ച ഒല്ലൂർ പോലുള്ള മണ്ഡലങ്ങളിൽ പോലും അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും ഒക്കെ തള്ളിപ്പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ തള്ളല് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി LDFന് ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഉണ്ടായതിന്റെ കാരണം LDF വോട്ട് ബാങ്കിൽ ഉണ്ടായ വിള്ളലാണ്. അത് അവരും പരസ്യമായിട്ട് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ 2ാം സ്ഥാനത്ത് എത്തിയെന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ശരിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷന്റെ പോക്കറ്റിൽ തന്നെ നിൽക്കുന്ന ചില ക്രെഡിറ്റുകൾ അവിടെ ഉണ്ട്. അതുകൂടി രാഷ്ട്രീയമായി വിലയിരുത്താതെ ചർച്ചയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വഴിയില്ല. ഞാൻ ഷാബു പ്രസാദിലേക്ക് വരുന്നതിന് മുമ്പ് NDAയുടെ വൈസ് ചെയർമാൻ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, BJPയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഇല്ലാത്ത ഒരു വലിയ വിജയം കിട്ടിയത് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനായിരുന്ന കാലത്താണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നേടിയ വോട്ടാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടാണെങ്കിലും മുരളീധരൻ ഉയർത്തിയ വോട്ട് വിഹിതമാണെങ്കിലൊക്കെ അപ്പോഴും സംസ്ഥാന അധ്യക്ഷൻ ഒരു പാർട്ടി പ്രവർത്തനങ്ങൾ സംസ്ഥാനപരമായിട്ട് ഏകോപിപ്പിക്കുന്നതിലുള്ള ഒരു മിടുക്കൊക്കെ അതിനകത്ത് അംഗീകരിച്ചു പോകണമല്ലോ. എന്നിട്ടും താങ്കളടക്കം പറഞ്ഞത് നേതൃമാറ്റം വരണം BJPയിൽ വളരെ അത്യാവശ്യമാണ്, ഇത് കുത്തഴിഞ്ഞു കിടക്കുകയാണ്, സംഘ പറയുന്നതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളല്ല നടക്കുന്നതെന്നുള്ള തുറന്ന വിമർശനങ്ങൾ താങ്കളുടെ അടക്കം ഭാഗത്തുനിന്നുണ്ടായി. ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ല, ഞാനെന്ന് വിമർശിച്ചതേ സുരേന്ദ്രൻ കഴിവില്ല എന്നല്ല വിമർശിച്ചത്. സുരേന്ദ്രന്റെ കഴിവുകളുണ്ട്. ഒരു BJPക്കകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് BJP ആണ്.
ഞാൻ ഘടകകക്ഷിയാണ്. ഞാൻ NDAയുടെ വൈസ് ചെയർമാനാണ്. ഞാൻ അന്ന് പറഞ്ഞത് കടിഞ്ഞാണില്ലാത്ത കുതിര എന്നാണ്. ഇപ്പോൾ RSSന്റെ ഭാഗത്തു നിന്നുള്ള ഫുൾ ടൈമർ ഇല്ല, അപ്പൊ നിയന്ത്രണമില്ല. 2 ഘടകകക്ഷികളെ അവർ അംഗീകരിക്കുന്നില്ല. അത് ഞാൻ അന്ന് പറഞ്ഞത് ശരിയാണ്. അല്ലാതെ സുരേന്ദ്രന് കഴിവില്ല എന്നൊരു വാക്ക് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല, അത് പറയുകയില്ല. പക്ഷേ ഇലക്ഷനൊക്കെ വരണ സമയത്ത്, അതിന്റെ പരാജയം വരണ സമയത്ത് കൂട്ടിയോജിപ്പിച്ച് അതിന്റെ പരാജയത്തിന്റെ വിലയിരുത്തണമല്ലോ. ഇപ്പൊ കാറ്റിങ്ങല്, തിരുവനന്തപുരം ഈ ഇലക്ഷനൊക്കെ നടന്നിട്ട് വിലയിരുത്തൽ നടത്തിയില്ലല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഈ വിലയിരുത്തൽ നടത്താത്ത സമയത്ത് നേതൃത്വം എന്ന് പറയുന്നത് സുരേന്ദ്രനാണ്. അപ്പം അതിൽ ഞങ്ങൾക്ക് ഘടകകക്ഷി എന്ന നിലയിൽ കാമരാജ് കോൺഗ്രസിന് എതിരുണ്ട്. അതാണ് ഞങ്ങള് തുറന്നു പറഞ്ഞത്. എല്ലാ സ്ഥലങ്ങളിലും വീഴ്ചകൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അത് BJP മാത്രം കണ്ടെത്തി വെച്ചോണ്ടിരിക്കേണ്ടതല്ലല്ലോ. ഘടകകക്ഷിയായ ഞങ്ങളുമായിട്ടൊക്കെ ഇത് ചർച്ച ചെയ്യണ്ടേ? ഇത് ഞാൻ NDAയുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. ആ മീറ്റിംഗിൽ പറഞ്ഞിട്ട് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഞാൻ എന്റെ ഫേസ്ബുക്കിൽ എഴുതിയത്. ഇതാണ് ഘടകകക്ഷികളെ കൂടി അംഗീകരിച്ച് മുമ്പോട്ട് പോയാൽ കുറച്ചുകൂടി മെച്ചമാവും. അല്ല, സുരേന്ദ്രൻ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണല്ലോ ഇപ്പൊ MP ഉണ്ടായത്, എത്ര വാർഡുകൾ ജയിച്ചു വന്നത്, എത്ര സ്ഥലങ്ങൾ 2ാം സ്ഥാനത്ത് വന്നത്. അത് നേതൃത്വമാണ്. പിന്നെ BJPയെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായമാണെങ്കിൽ എനിക്കറിയാം, ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ലല്ലോ ആ പാർട്ടി പ്രവർത്തിക്കുന്നത്, കൂട്ടായ പ്രവർത്തനം. അതില് അർഹതപ്പെട്ട നിരവധി ഘടകകക്ഷികൾ വന്നിട്ടും ചെറിയ കഴിവേ ഉള്ളുവെങ്കിലും അവരെ അംഗീകരിച്ച് ചർച്ച ചെയ്ത് അവരെ കൂട്ടത്ത് നിർത്തണ്ടേ? അത് ചെയ്യാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തമായ അഭിപ്രായം. ഓക്കെ, വളരെ നന്ദി. വിഷ്ണുപുരം ചന്ദ്രശേഖരനാണ് പ്രതിനിധിച്ചത്. ശ്രീ ഷാബു പ്രസാദ്, BDJS UDF പാളയത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ ഒരു വശം നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഘടകകക്ഷികളെ കൃത്യമായി കൂട്ടിയോജിപ്പിക്കുക, അങ്ങനെ മുന്നണിയുടെ വിജയത്തിലേക്ക് കടക്കുക. തെരഞ്ഞെടുപ്പിൽ തോൽവി ഉണ്ടാകുമ്പോൾ ആ തോൽവി കൃത്യമായി, നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ എന്താണ് കൃത്യമായിട്ടുള്ള കാരണം എന്നറിഞ്ഞ് പരിശോധിച്ചാലാണല്ലോ ആ ഇഷ്യൂ സോൾവ് ഔട്ട് ആകുക. പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട്, പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇനിയും ഇത് ഉയർന്നു വരണം എന്നുള്ളൊരു വിഷയമാണ്. പുറത്തുനിന്ന് നടത്തുന്ന വിലയിരുത്തലുകളും മാധ്യമങ്ങൾ നടത്തുന്ന വിലയിരുത്തലുകളും അവരുടെ അജണ്ടകളും അതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് താങ്കളും അത് ആഗ്രഹിക്കുന്നത് കൊണ്ടായിരിക്കില്ലേ സുരേന്ദ്രൻ അടുത്ത ടൈമിൽ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ എന്തായാലും സ്ഥാനമാറ്റം ഉണ്ടാകും എന്ന് താങ്കൾ പറയുന്നുണ്ടാവുക? നേരത്തെ ശ്രീ ജോർജ് പടിപ്പാറ പറഞ്ഞ പോലെ ഇത്രയും വലിയ വിജയം പാർലമെന്റിൽ ഒരു MP ഉണ്ടാവുക, ബാക്കി 3 മണ്ഡലങ്ങളിൽ ഇത്രയും വോട്ട് വിഹിതം കൂട്ടാൻ കഴിയുക, ഇതൊക്കെ സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ടത് ആ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹം തുടരേണ്ട ആവശ്യമില്ല, മാറും എന്ന് താങ്കളും പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? പറഞ്ഞ മുഴുവൻ മലയാള ഭാഷ തന്നെ അല്ലേ? അതായത് LK അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും അല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനും അമിത്ഷായ്ക്കും ഒക്കെ ഇല്ലാത്ത പ്രിവിലേജ് എങ്ങനെയാണ് ഈ പ്രസിഡന്റ്ഷിപ്പിന്റെ ആ ഒരു പീരീഡിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ടൈമിന്റെ കാര്യത്തിൽ സുരേന്ദ്രൻ ഉണ്ടാവുക? അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണത്. അത് വളരെ ഇനിയിപ്പം ഈ 2021 തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവനും BJP വിജയിച്ചിരുന്നെങ്കിലും സുരേന്ദ്രൻ മാറുമായിരുന്നു. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയിരുന്നെങ്കിലും സുരേന്ദ്രൻ മാറുമായിരുന്നു. അത് ആ പാർട്ടിയുടെ സിസ്റ്റമാണത്. അതായത് സിസ്റ്റമാണ്. അതെന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റുതിരുത്തലോ വീഴ്ചയോ അല്ല, അത് സിസ്റ്റം മാത്രമാണ് അല്ലേ? അല്ല, ഞാൻ പറയുന്നില്ല, ഈ തെറ്റുതിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് അകത്ത് സംഘടന എന്നുള്ള നിലയിൽ അതിന്റെ ഉള്ളിൽ തീർച്ചയായും വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും ഒക്കെ നടക്കുന്നുണ്ടാവും. അതൊക്കെ അതെങ്ങനെയാണ്, ആ അഭിപ്രായങ്ങൾ എന്താണ്, അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, എവിടെയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത്, വീഴ്ചകൾ പറ്റിയിട്ടുള്ളത്, അതെങ്ങനെയാണ് തിരുത്തുന്നത്, ഇതൊക്കെ പൊതുമധ്യത്തിൽ മാധ്യമങ്ങളോടും ഇത് ആഗ്രഹിക്കുന്ന ഇതുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ലാത്ത വ്യക്തികളോടൊക്കെ പറയണം, അവരെയൊക്കെ ബോധ്യപ്പെടുത്തി വേണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്താണ് ഈ പ്രശ്നം. അതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. അതൊക്കെ പലരും പല തരത്തിൽ ഇത് പുറത്തേക്ക് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട പലരും ഇത് പുറത്തേക്ക് പറയുന്നുണ്ട്. ഈ വിഷയങ്ങൾ പറയാതിരിക്കുന്നില്ല. പുറത്തേക്ക് പറയുന്നതിന്റെ കഥയാണ് ഞാൻ മുമ്പെടുത്ത് പറഞ്ഞത്. ഇത്രയും നിങ്ങളെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി വീഴുന്നുണ്ട്. പിന്നെ BJPക്ക് കേരളത്തിൽ അല്ല, ശരി, ശ്രീ ഷാബു പ്രസാദ്, നേരത്തെ ആ ശ്രീത്ത് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണേ. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ കാതലായിട്ടുള്ള വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ മണ്ഡലങ്ങളുടെ എണ്ണം കൂട്ടുകയും ജില്ലയിൽ 2-3 പ്രസിഡന്റ് വരികയും ഇതൊക്കെ കൊണ്ടാണ് പാർട്ടി മെച്ചപ്പെടുത്താൻ പോകുന്നതെന്നുള്ളൊരു വിലയിരുത്തൽ അത് പാർട്ടിയുടെ അകത്ത് നിൽക്കുന്നവർക്ക് തോന്നുമോ? ഇതൊക്കെയാണ് കാതലായ വിഷയങ്ങൾ എന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരം കൂടെ അതിലേക്കാണ് വരുന്നത്.
അതായത് പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ കൂടുതൽ നന്നായി പ്രവർത്തിക്കാനും അതിന്റെ ഒരു വൈബ്രൻസിക്ക് വേണ്ടിയും മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ജിയോഗ്രഫിക്കലായിട്ട് എങ്ങനെയൊക്കെ തിരിക്കണം അതൊക്കെ ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അവരത് കാര്യം ഈ സംഭവം ഇങ്ങനെ ചെയ്യുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടൊന്നും അല്ല. ഇപ്പൊ നിങ്ങൾക്കറിയോ, RSSന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് കേരളത്തിൽ സംഘദൃഷ്ടിയിൽ 37 ജില്ലകളുണ്ട്. 37 സംഘ ജില്ലകളുണ്ട്. പയ്യന്നൂർ ജില്ലയാണ്, ചെങ്ങന്നൂർ ജില്ലയാണ്, വടകര ജില്ലയാണ്, തിരൂര് ജില്ലയാണ്. ഇങ്ങനെ 37 സംഘ ജില്ലകൾ കേരളത്തിലുണ്ട്. അതുപോലെ സംഘദൃഷ്ടിയിൽ RSSന്റെ ദൃഷ്ടിയിൽ കേരളം 2 സംസ്ഥാനമാണ്. ഈ കഴിഞ്ഞ വർഷം മുതൽ, കഴിഞ്ഞ ജൂൺ മുതൽ 2 ഉത്തരപ്രാന്തവും ദക്ഷിണ പ്രാന്തവുമാണ്. 2 സിസ്റ്റമായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ RSSന് വലിയൊരു നേട്ടം ഉണ്ടാക്കാതിരുന്നത്, അല്ലെങ്കിൽ കേരളത്തിന്റെ RSSന്റെ വളർച്ചയ്ക്ക് വിഘാതമായി നിന്നത് ഇവിടെ ഒരൊറ്റ പ്രാന്തമായി നിന്നത് കൊണ്ടാണോ എന്ന ചോദ്യത്തിനൊക്കെ എന്തർത്ഥമാവുന്നത്? ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്ക്, ആ സമയത്തെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പുതിയ പുതിയ തീരുമാനങ്ങളും ഈ രീതിയിലുള്ള വിഭജനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇനിയിപ്പോ അത് ചിലപ്പം അതിൻ്റെ അകത്ത് ചിലപ്പോൾ പോരായ്മകൾ ഉണ്ടായേക്കാം, വീഴ്ചകൾ ഉണ്ടായേക്കാം. അതൊക്കെ പിന്നീട് കാലം തെളിയിക്കട്ടെ. ഇങ്ങനെ ഇത്രയും കാലം മണ്ഡല പുനർനിർണയം ഈ രീതിയിലൊരു തീരുമാനം ഇല്ലാതിരുന്നത് കൊണ്ടാണ് BJP പരാജയപ്പെട്ടത് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് BJP ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത് കുറച്ച് കടന്ന കൈയാണത്. ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സംഘടന അത് ചെയ്യും. അത് അവർ ചെയ്യട്ടെ. പിന്നെ BJPക്ക് ഓർഗാനിക് ഗ്രോത്ത് ഉണ്ടാവുക. ഈ ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ അസംബ്ലിയിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല. ആലോചിച്ച് നോക്കൂ, 2004 തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേരളത്തിൽ 5% താഴെ വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇത്രയും കഴിഞ്ഞ 15 വർഷം കൊണ്ട് അത് 20%-നടുത്തെത്തി. 20%-നടുത്തെത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPക്കുള്ള ജനപിന്തുണ അത്രയും വർദ്ധിച്ചു എന്നാണ്. നോക്കൂ പറഞ്ഞ, ഈ കേരളത്തിൽ കോൺഗ്രസും CPM-ഉം കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി BJP തന്നെയാണ്. ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള പാർട്ടി BJP തന്നെയാണ്, ഒരു സംശയവും വേണ്ട. പിന്നെ എന്തുകൊണ്ട് BJP അർഹിക്കുന്ന രീതിയിൽ ഒരു വിജയം ലഭിക്കുന്നില്ല എന്നുള്ളതിന് പല കാരണങ്ങളുണ്ട്. തീർച്ചയായും BJP ആ കാരണങ്ങളെയൊക്കെ മറികടക്കേണ്ടതുണ്ട്. അതിലൊരു പ്രധാന കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന അതിശക്തമായ മുന്നണി സംവിധാനമാണ്, മുന്നണി രാഷ്ട്രീയമാണ്. 2 മുന്നണികളിലായി ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്ന് പതിറ്റാണ്ടുകളായി, എത്രയോ കുറഞ്ഞത് കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട്, കൊടിവാറ സാർ തിരുത്തട്ടെ ഞാൻ പറയാം ഇഫ് ഐ ആം റോങ്, അതായത് ആ രീതിയിൽ 2 മുന്നണികളിലായി ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുന്ന അതിശക്തമായ ഒരു രാഷ്ട്രീയത്തിന്റെ ആ രാഷ്ട്രീയ മനസ്സിന്റെ നടുക്കിലൂടെയാണ് BJPക്ക് ഒറ്റയ്ക്ക് തുഴഞ്ഞു മുന്നേറേണ്ടത്. അങ്ങനെ തുഴഞ്ഞു മുന്നേറിയാണ് BJP ഇപ്പൊ 20% എന്നുള്ള വോട്ടിലെത്തിയത്. ഈ 2 മുന്നണികളിലല്ലാതെ ഒരു പാർട്ടിക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൽ ഒരു അസ്തിത്വം പോലും ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആലോചിച്ചു നോക്കൂ, അല്ലേ? ശ്രീത്ത് ആശയപരമായിട്ട് ഏത് നിലപാടെടുത്താലും ശ്രീത്ത് അല്ല, ആ ഒരു പോയിന്റിലേക്ക് സ്ട്രോൺ സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ അത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് തികച്ചും ആപ്റ്റ് ആണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് നേരത്തെ ഇറങ്ങണം. യെസ്, ഓക്കെ, തീർച്ചയായിട്ടും ശ്യാമപ്രസാദ്. ഇനി എനിക്ക് തോന്നുന്ന സമയം ശ്രീജിത്തിന് പറയാനുള്ളത് കാണുകയുള്ളായിരിക്കും. എനിക്ക് ജോർജ് പൊടിപ്പാറയിലേക്കും കൂടെ വരണം. ശ്രീജിത്ത്, ഞാൻ ചോദിക്കുന്നത്, ഇത്രയും വലിയ നേട്ടം അത് പതുക്കെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പോ അല്ല അസംബ്ലി തെരഞ്ഞെടുപ്പോ മാത്രമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്ന വളർച്ചയെങ്കിൽ ആ തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതിന് ഈ ഒരു സ്ലോ പേസ് എടുത്തുകൊണ്ടേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് ആ സംഘടനയ്ക്കകത്ത് നിൽക്കുന്നവർക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാൻ കഴിയും. അതല്ലേ ഷാബു പ്രസാദ് പറയുന്നത്? അല്ലാതെ ഒറ്റയടിക്ക് പെട്ടെന്നൊരു വിജയത്തിലേക്കൊക്കെ കടക്കുക. BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രം പോലും ഈ പതുക്കെ വെട്ടിപ്പിടിച്ച് അടക്കിയ ചരിത്രമാണല്ലോ. അതാണ് കേരളത്തിലും ആവർത്തിക്കുന്നത്, അതാണ് ഉറ്റുനോക്കുന്നത് എന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ശ്രീ ഷാബു പ്രസാദിന്റെ വാക്കുകളിലില്ലേ? ശ്രീത്തെ അതല്ലേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഞാനിതിൽ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമ്മൾ എത്രത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അംബീഷ്യസ് ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ വിജയം ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടികളുണ്ട്. ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ നോക്കൂ. ആം ആദ്മി പാർട്ടി ആ സ്ഥലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയം എന്താണോ ആ രാഷ്ട്രീയ വിഷയത്തിനെ അത് മാത്രം അവർ പ്രചരിപ്പിച്ചുകൊണ്ട് ഡൽഹിയിൽ അവർ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്.
അപ്പോൾ അങ്ങനെയുള്ള മാതൃകകളും ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അവർക്ക് ഒരിക്കൽ അധികാരം കിട്ടിയിരിക്കുന്നതിനെ പിന്നീട് അവർ തിരിച്ചു കൊടുത്തിട്ടില്ല. മറ്റുള്ള പാർട്ടികളെ, അത് കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, അവരെ അടുപ്പിക്കാൻ പറ്റാത്ത രീതിയിലത്തേക്ക് അവിടുത്തെ നിയമസഭയിൽ വലിയ ഭൂരിപക്ഷമാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി അങ്ങനെ ആയത് എന്തുകൊണ്ടാണ്? അവിടെയുള്ള ജനങ്ങളുടെ ഏറ്റവും കോറായിട്ടുള്ള ഇഷ്യൂസിനെ എടുക്കുന്നു, ആ ഇഷ്യൂസിനെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നു, അതിനു വേണ്ടിയിട്ട് അവരുടെ വളരെ വിസിബിൾ ആയിട്ടുള്ള, വളരെ പാൽപ്പബിൾ ആയിട്ടുള്ള ആക്ടിവിസം അവർ നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ അപർണയുടെ ഓർമ്മയിൽ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു രാഷ്ട്രീയ സമരം ഏതാണ് ഈ അടുത്ത കാലത്ത്? കെ സുരേന്ദ്രൻ ഒരു പാർട്ടി പ്രസിഡന്റായി വന്നതിന് ശേഷം BJP ഏറ്റെടുത്ത് ഇന്നതാണ് ഞങ്ങൾ വിജയിപ്പിച്ചിരിക്കുന്നത് എന്ന് അവർക്ക് പറയാൻ കഴിയുന്ന ഏത് രാഷ്ട്രീയ വിഷയമാണുള്ളത്? ഒന്ന്. രണ്ട്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയം അതിൻ്റെ ഫലപ്രദമായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുപോകാൻ സസ്റ്റൈൻഡ് ആയിട്ട്, പ്രൊലോങ്ഡ് ആയിട്ട് ഒരു ഫൈറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതല്ലാതെ ഞങ്ങൾക്ക് 15 വർഷം 20 വർഷം മുമ്പ് ഇത്ര ശതമാനം വോട്ടേ ഉള്ളൂ, ഞങ്ങൾ വളരെ ചെറുതായ രീതിയിൽ വളരുന്ന പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തവണ സീറ്റ് കിട്ടിയില്ല, ചിലപ്പോൾ ഒരു 15 വർഷം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് സീറ്റ് കിട്ടുമായിരിക്കും, 2060 ഞങ്ങൾ ഇന്ത്യ ഭരിക്കുമായിരിക്കും, ഈ രീതിയിലത്തേക്കല്ല കേന്ദ്ര BJP നേതൃത്വം പോലും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനകത്തിന് വേറെ ഓപ്ഷൻ ഉണ്ടോ? എ അല്ലെങ്കിൽ ബി എന്നാണ്. ബി എന്ന് പറയുമ്പോൾ ബിയും സിയും ഡിയും ഒക്കെയാണ് സംസ്ഥാന BJP-യിൽ. ആ വിരുദ്ധ ചേരിയിൽ പോലും അവർക്ക് പോലും യോജിപ്പില്ലാത്തൊരു സാഹചര്യം ഇവിടെയുണ്ട്. ഒരു പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ അടക്കം അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ അതേ അഭിപ്രായമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രകാശ് ജാവ്ദേക്കർ കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടായിട്ട് കെ സുരേന്ദ്രനൊപ്പമാണ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇതുകൊണ്ടായിരിക്കില്ലേ? അല്ല, അത് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, നമ്മൾ വിവിധ കാലഘട്ടങ്ങളിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ച കമ്പയർ ചെയ്തതിന് ശേഷം ഈ പല ആൾക്കാരും മേനി നടിക്കുകയാണ്. ഇപ്പോൾ 80കളിൽ അല്ലെങ്കിൽ 90കളിൽ 1-2 സീറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്ത് നിന്ന് ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്ര വളർന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള ഭൗതിക സാഹചര്യം അന്ന് ആ കക്ഷിക്ക് ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് അവരെ കൊണ്ട് കേന്ദ്രത്തിൽ ഭരണമുണ്ട്, വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്, അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നോക്കൂ. ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഈ ജില്ലകളായി വിഘടിപ്പിച്ചതിന് ശേഷം RSSനെ ഒക്കെ തന്നെ അദ്ദേഹം കമ്പയർ ചെയ്തിട്ട് RSSന് ഇത്ര ജില്ലകളുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. നോക്കൂ, ഇതിലെ പ്രധാനപ്പെട്ട കാര്യം RSS ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അവർക്കത് ഇന്റേണലി ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് എങ്ങനെ വേണമെങ്കിലും ആകാം, ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടിയുമാകാം, അത് അവിടെയുള്ള ആൾക്കാരെ മാത്രം കൺസേൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ BJP ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റി പബ്ലിക്കിന് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. അതല്ലാതെ അഭിപ്രായം പറയുന്ന ആൾക്കാർ നിങ്ങൾ എന്തിനാണ് പാർട്ടിയുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ ഫോർമുല, അതായത് 1നെ 2ആയും 2നെ 3ആയും വിഘടിപ്പിക്കുന്ന രീതിയിലത്തേക്കുള്ള ഫോർമുല നേരത്തെയും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്? നമുക്കിങ്ങനെ താഴെ പ്രവർത്തിക്കുന്നതിന് വലിയ ഘടകങ്ങളൊക്കെ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ചെറിയ ചെറിയ രീതിയിലത്തേക്ക് അതിനെ കൊണ്ടുവരിക, കമ്മിറ്റികൾ ഉണ്ടാക്കുക, ഇതാണ് വളർച്ചയ്ക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും അവസാനം ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ആരെയാണ്? ഈ കമ്മിറ്റിക്കാരെ അല്ല. ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇത് നേരത്തെയും പയറ്റിയിട്ടില്ലേ? ഈ 140നെ 280 ആക്കിയതിനു ശേഷവും നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ഈ മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, തേങ്ങ 10 അരച്ചാലും താളല്ലേ കറി എന്ന്. ആ രീതിയിലത്തേക്കാണ് ഈ സംവിധാനം അവസാനം വരുന്നത് എങ്കിൽ ആർക്ക് വോട്ട് ചെയ്യും? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയാളാണ്, എന്നോടൊപ്പം എല്ലായ്പ്പോഴും നിൽക്കുന്നയാളാണ്, എൻ്റെ നിലപാടുകളെ പിന്തുണച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നയാളാണ്, എങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം എന്ന രീതിയിലത്തേക്ക് പറയുന്ന ആ പഴഞ്ചൻ ഫോർമുലയാണ് മാറേണ്ടത് എങ്കിൽ ഇതിൽ സമൂലമായിട്ടുള്ള ഒരു മാറ്റമാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ അല്പം മുമ്പ് പറഞ്ഞതുപോലെ ശ്രീ പ്രകാശ് ജാവ്ദേക്കറെ പോലുള്ള ഒരാൾ തുടർച്ചയായിട്ട് പാർട്ടി പ്രസിഡന്റ് എന്താണോ പറയുന്നത് ആ കാര്യത്തിനെ ഫേവർ ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അത് പാർട്ടിയിൽ നിന്ന് ആൾക്കാർ വിട്ടുപോകുന്ന സമയത്താണെങ്കിലും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പാർട്ടിയുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ പൾസ് എന്താണെന്നോ വോട്ടർമാരുടെ പൾസ്. ഞാൻ സമയപരിമിതി കൊണ്ട് ശ്രീ ജോർജ് മുടിപ്പാറ, ഈ തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം അത് BJP എന്ന രാഷ്ട്രീയ പാർട്ടി നിൽക്കുന്നത് UDF-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. അതിൽ മാറ്റമുണ്ടാകണം എന്നാണ് പാർട്ടി പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. ഇപ്പോഴെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് അതുണ്ടാകും. പക്ഷേ അങ്ങനെ എടുത്തു മുന്നിൽ കാണിക്കാൻ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട് ആ പാർട്ടിയിൽ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പക്ഷേ ഒരു പാർട്ടി പ്രവർത്തകർ ഉള്ളിൽ ചോദിക്കുന്ന ഒരു കാര്യമൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടി ഈ സമയത്ത് നടത്തേണ്ടതല്ലേ? ഭാഗമായിട്ടും ഇപ്പോൾ ഷാബു പ്രസാദ് പറഞ്ഞത് വിശ്വസിക്കാമെങ്കിൽ, അല്ലെങ്കിൽ BJP-യുടെ ഭരണഘടനാപരമായിട്ടുള്ള ഭരണഘടന അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 ടേം അല്ലെങ്കിൽ 5 വർഷം ആ പരിധിയിലെത്തിക്കഴിഞ്ഞ 2 ടേം എന്നുള്ള അത് അദ്വാനിക്ക് ബാധകമാണെങ്കിൽ, അതുപോലെ അമിത്ഷായ്ക്ക് ബാധകമാണെങ്കിൽ,
അത് അവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സുരേന്ദ്രൻ അത്രത്തോളം ഒന്നും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പക്ഷെ അദ്ദേഹം മാറാൻ തന്നെയാണ് സാധ്യത, മാറുമായിരിക്കാം. പക്ഷെ അടിസ്ഥാന പ്രശ്നങ്ങൾ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതാണ് പ്രശ്നം. ഈ പറഞ്ഞ 10 തേങ്ങ അരച്ചാലും താള് അല്ലെ കറിയെന്ന് ചോദിച്ച പോലെ, അതുമല്ലെന്നുണ്ടെങ്കിൽ കല്യാണിക്കുട്ടി ഫ്രോക്ക് ഇട്ടാലും പാവാട ഇട്ടാലും ചുരിദാർ ഇട്ടാലും കല്യാണിക്കുട്ടി കല്യാണിക്കുട്ടി തന്നെയാണ്. ഞാനിവിടെ വായിച്ചു ഓർക്കുന്നു. അന്ന് പറഞ്ഞ പോലെയാണ് BJPയുടെ അടിസ്ഥാന സ്വഭാവം മാറുന്നില്ലെങ്കിൽ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറെ കൂടി ജാഗ്രത പുലർത്തുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിന് അപ്പുറത്തേക്ക് മാറിയിട്ട് ഈ രണ്ട് സമാന്തരമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത, അതല്ലെന്നുണ്ടെങ്കിൽ ഒരൊറ്റ മനസ്സ് ഒറ്റ ശരീരം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഐക്യം ഈ പാർട്ടിക്കകത്ത് ഉണ്ടാകുന്നുള്ളത് എത്രയോ കാലമായിട്ട് തുടങ്ങിയിട്ട് 2 ധാരകളായിട്ട് പോവാണ്. തീർച്ചയായിട്ടും അത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ കൺസേൺ ഉള്ള ഒരു വിഷയം തന്നെയാണ്. ഏതായാലും വളർച്ചയിൽ പിറകിലോട്ടുള്ള പാർട്ടിയല്ല, പക്ഷേ സമൂലമായ മാറ്റം ഉണ്ടാകണം പാർട്ടിക്ക് കൂടുതൽ വളർച്ചയ്ക്ക് എന്ന് എല്ലാ സാധാരണ BJP പ്രവർത്തകരും ആഗ്രഹിക്കുന്ന ഒരു സമയം കൂടിയാണ്. ആ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ചർച്ചയുമായി ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. BJP പ്രവർത്തകർ സംസ്ഥാനത്ത് അധ്യക്ഷ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ 83% പ്രേക്ഷകരും അതെ എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു. 12% പ്രേക്ഷകർ അല്ല എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു. ഏതായാലും വളരെയധികം നന്ദി ശ്രീജിത്ത് പണിക്കർ, ജോർജ് പടിപ്പാറ, ഒപ്പം ഷാബു പ്രസാദ് പ്രൈം ഡിബേറ്റിനൊപ്പം ചേർന്നത്. പൂർണ്ണമാകുന്നു. നമസ്കാരം.